എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീട്ടിൽ തെറപ്പി എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നതിനെ കുറിച്ച് മുമ്പേ കേൾവിക്കുറവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേൾവിക്കുറവ് എന്ന് പറയുന്നത് ചെവിയോ കേൾവിയോ പറ്റി മാത്രമല്ല. കേൾവിക്കുറവ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേൾവിക്കുറവുള്ളവർക്ക് ഇത് ജീവിതത്തിന്റെ മറ്റ് പല വശങ്ങളെയും ബാധിക്കാം. ചിലപ്പോൾ സംസാരം, ഭാഷാ വികസനം, പഠിത്തം, സാമൂഹ്യ കഴിവുകൾ എന്നിവ. ഒരു കുഞ്ഞിന്റെ പൂർണ്ണമായുള്ള വളർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പല ചുറ്റുപാടും വ്യത്യസ്ത ശബ്ദങ്ങളും പല സാഹചര്യങ്ങളിലും ഏർപ്പെടുത്തുക. ഇതുമൂലം കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ വികസനം പല കാര്യങ്ങളിലും കാണപ്പെടാം. അതായത് കുഞ്ഞിന്റെ വായന, എഴുത്ത് കഴിവുകള്, സാമൂഹിക കഴിവുകള് ഒക്കെ വ്യത്യാസം കാണാം. പ്രായത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതും ഇതിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ തലച്ചോറിന്റെ പൂർണ്ണമായുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സൗണ്ട് പ്രോസസർ തുടർച്ചയായി വെക്കുകയും പല തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ തലച്ചോറിന്റെ മുഴുവൻ വികസനത്തിന് എന്ത് ചെയ്യാം? കുട്ടി ഉറക്കത്തിൽ ഉണരുന്നതിന് മുമ്പ് സൗണ്ട് പ്രോസസർ ഓൺ ചെയ്ത് വെക്കുക. കുട്ടി ഉറങ്ങിയതിന് ശേഷം മാത്രം സൗണ്ട് പ്രോസസർ മാറ്റി വെക്കുക. സൗണ്ട് പ്രോസസർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പതിവായി പരിശോധിക്കുക. ഉണർന്നിരിക്കുമ്പോൾ എല്ലാ സമയവും ഡിവൈസ് ഉപയോഗിക്കുന്നോ എന്ന് ഉറപ്പുവരുത്തുക. ചെറിയ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെയാണ്. അതിൽ എത്ര വെള്ളം ചേർത്താലും അതിന് പിടിച്ചെടുക്കാൻ കഴിയും. വലുതാകും തോറും കുഞ്ഞുങ്ങളുടെ തലച്ചോറ് സിമന്റ് പോലെയാണ് ആകും. അതായത് അത് കട്ടിയാകും. അതിന് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തെറപ്പിയുടെ ആവശ്യം വലുതാണ്. കുഞ്ഞുങ്ങൾ എത്ര നേരത്തെ ഇംപ്ലാന്റ് ചെയ്യുന്നു അത്രയും അത്ഭുതങ്ങൾ നമുക്ക് അവരിൽ വരുത്താനായിട്ട് പറ്റും. തെറപ്പി എത്രത്തോളം ഉത്സാഹത്തോടെയും നല്ലതുപോലെയും എടുക്കുന്നു അത്രയും ഉത്തമമായിരിക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ തെറപ്പി എന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വാക്കാണ് അല്ലെ? തെറപ്പി എന്ന് പറയുന്നത് തെറപ്പി സെന്ററിൽ ഒരു തെറപ്പിസ്റ്റ് മാത്രം ചെയ്യുന്നതല്ല. അത് എത്രത്തോളം വീട്ടിൽ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഫലപ്രദമായിരിക്കും. തെറപ്പിയിലൂടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നായിരിക്കും തെറപ്പിസ്റ്റ് കാണിച്ചും പഠിപ്പിച്ചും തരിക. ബാക്കിയുള്ള സമയം കുഞ്ഞുങ്ങളോട് അതുപോലെ സംസാരിച്ച് അവരുടെ സംസാരവും ഭാഷ വളർത്താനും വീട്ടിലാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓരോ പ്രായത്തിലും നമ്മുടെ ആവശ്യങ്ങൾ വെവ്വേറെയാണ് അല്ലേ? അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾ വളരുന്നതും അവരുടെ ആവശ്യങ്ങളും ഭാഷാപരമായുള്ള ആവശ്യങ്ങളും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു വലിയ കുട്ടിയോട് സംസാരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടി കൊഞ്ചിയും ചെറിയ സെന്റൻസുമായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇതിലും വ്യത്യാസമായിരിക്കും മുതിർന്നവരിൽ സംസാരിക്കുന്നത്. ഇവരിൽ സംസാരവും ഭാഷയും ഉണ്ട്. പക്ഷേ സൗണ്ട് പ്രോസസറിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മുൻപേ കേട്ട പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിവൈസിൽ നിന്നും ശബ്ദം പരിചയപ്പെടാനും അതിനോട് പൊരുത്തപ്പെടാനും തെറപ്പിയുടെ ആവശ്യമുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ടിപ്സും സ്ട്രാറ്റജീസും പറയാം. നമ്മൾക്ക് അറിയാം ഓരോ പ്രായത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യത്യാസമാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ 4 രീതിയിലായിരിക്കും ടിപ്സും സ്ട്രാറ്റജീസും പറയാൻ പോകുന്നത്. ആദ്യം വളരെ നേരത്തെ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളെ പറ്റി പറയാം. കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ നല്ല ഈണത്തിലും ഒരുപാട് റെപ്പറ്റീഷൻ കൊടുത്തും സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാക്കാൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കുഞ്ഞിന് നമ്മൾ ഉടുപ്പിടുമ്പോൾ എങ്ങനെ സംസാരിക്കാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഉടുപ്പെടുക്കാം. അമ്മ പാന്റ് എടുക്കട്ടെ. ആദ്യം കാല് പൊക്കിയേ, പൊക്കി കാലിട്ടു. ഇനി നമുക്ക് ഉടുപ്പെടുക്കാം. ഹായ്, നല്ല ഉടുപ്പ്. കൈ പൊക്കി ഉടുപ്പിട്ടു. സുന്ദരിയായി അല്ലെ? ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പ്രായത്തിൽ വേണമെങ്കിൽ ചോയ്സും കൊടുക്കാം. എന്തെടുക്കാം? പാന്റ് എടുക്കണോ, ഷർട്ട് എടുക്കണോ? ഇനിയും തൊപ്പിയിടാം. അങ്ങനെയൊക്കെ സംസാരിക്കാം. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, സംസാരിക്കുക ആംഗ്യ ഭാഷ ഉപയോഗിക്കരുത്. വേണമെങ്കിൽ പടങ്ങൾ ഉപയോഗിക്കാം. പിന്നെ കുഞ്ഞിന്റെ ഓരോ ചെറിയ പ്രതികരണവും പ്രോത്സാഹിപ്പിക്കുക. അത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാമെന്നാണ്. ആദ്യം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് താല്പര്യവും കളികളും ഒക്കെ വ്യത്യാസമുള്ളതാണ്.
ഇവർ കുറച്ചുകൂടി മുതിർന്നവരെ അനുകരിച്ച് കളിക്കാൻ ഇഷ്ടമുള്ളവരാണ്. പിന്നെ ഈ പ്രായത്തിൽ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവരെ വീട്ടിൽ എന്ത് ആക്ടിവിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താം? പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ നേരത്ത് മേശപ്പുറത്ത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എടുത്തു വെക്കാൻ പ്രോത്സാഹിപ്പിക്കാം. ഉദാഹരണത്തിന് ഗ്ലാസ്, പ്ലേറ്റ്, പാത്രം എന്നൊക്കെ. തെറപ്പിസ്റ്റ് പറഞ്ഞു തരുന്ന ഗോൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് 1 സ്റ്റെപ്പ് കമാൻഡ് ആണെങ്കിൽ പ്ലേറ്റ് എടുക്കാം, ഗ്ലാസ് എടുക്കാം, അങ്ങനെ പറയാം. അതല്ല വേണമെങ്കിൽ എല്ലാ പ്ലേറ്റിൽ കഴിക്കാൻ വിളമ്പുക, അവന്റെ പ്ലേറ്റിൽ മാത്രം വിളമ്പാതിരിക്കുക. കുഞ്ഞു ഭക്ഷണം ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കുറച്ച് മാത്രം വിളമ്പുക. അത് തീരുമ്പോൾ അവൻ ചോദിക്കട്ടെ, ഇനിയും വേണം. പിന്നെ കൂടുതൽ വിശേഷണങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിൽ വീട്ടിലുള്ള പോലെ തന്നെ എനിക്ക് വലിയ ഗ്ലാസ്സിൽ വെള്ളം മതി, അല്ലെങ്കിൽ എനിക്ക് ചെറിയ ഗ്ലാസ്സിൽ നമുക്ക് വലിയ സ്പൂണ് കൊണ്ട് ഇളക്കാം. അങ്ങനെ പലതും ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ വിശേഷണങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറെ ഭാഷ കൊടുക്കാൻ ആയിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ചോദ്യം ചോദിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അല്ലെ? ഇതെന്താ, അതെന്താ, പ്ലേറ്റ് എവിടെ, ഇതെവിടെ? അത് മാറ്റുക. ഇങ്ങനെ ചോദ്യം മാത്രമായാൽ കുഞ്ഞുങ്ങൾ ചോദ്യത്തിന് മാത്രം ഉത്തരം വരാനായിരിക്കും പഠിക്കുന്നത്. സ്വയം കോൺവെർസേഷൻ തുടങ്ങാൻ പഠിക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വിശദീകരണങ്ങൾ കൂട്ടുക. കുഞ്ഞിന് തിരിച്ചു പറയാനുള്ള അവസരങ്ങളും ഒരുപാട് ഒരുക്കി കൊടുക്കുക. പിന്നെ കുഞ്ഞ് ആംഗ്യഭാഷ കാണിക്കുവാണെങ്കിൽ അതിനുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. തിരിച്ചു പറയാനും പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവരെ ഉൾപ്പെടുത്താം, അല്ലെ? അടുത്ത് പറയാൻ പോകുന്നത് കൗമാരപ്രായത്തിലുള്ളവരെ കുറിച്ചായിരിക്കും. ഈ പ്രായത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അഭിപ്രായം പറയാനും ഇഷ്ടമുള്ള പ്രായമാണ്. ഇവർ കൊച്ചു കുട്ടികളല്ല. അതുകൊണ്ട് തന്നെ സാധാരണ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരെ എന്ത് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്താം നോക്കാം. വീട്ടിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പം പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉദാഹരണത്തിന് ചില കുട്ടികൾക്ക് അമ്മയുടെ കൂടെ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവരാകും. അപ്പോൾ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാൻ കൂടെ കൂട്ടാം. ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പോലെ ചെയ്യാൻ പറയുക. ഉദാഹരണത്തിന് 2 ബ്രെഡ് സ്ലൈസ് എടുക്കാം, കുറച്ച് ബട്ടർ തേക്കാം, എനിക്ക് തക്കാളി ഇഷ്ടമല്ല അതുകൊണ്ട് അത് വെക്കണ്ട. ഇങ്ങനെ പല ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അവരുടെ അഭിപ്രായങ്ങളും പറയാനും നമ്മുടെ അഭിപ്രായങ്ങളും പറയാനും ഒരു കോൺവെർസേഷൻ നടത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇതുപോലെ തന്നെ വീട്ടിൽ പെയിന്റിങ്, ഗാർഡനിങ് അല്ലെങ്കിൽ തുണി അടുക്കി വെക്കുക, ഇതൊക്കെ ഇൻസ്ട്രക്ഷൻ വഴി നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്നത് മുതിർന്നവരിലുള്ള കേൾവിക്കുറവിനെ കുറിച്ചായിരിക്കും. ഇവരിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഭാഷ വളർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഭൂരിഭാഗം പേർക്കും ലിപ് റീഡിങ് അഥവാ ചുണ്ട് നോക്കി സംസാരിക്കാനുള്ള താല്പര്യമാണ് കാണപ്പെടുന്നത്. അത് കുറയ്ക്കാനാണ് നമുക്ക് തെറപ്പിയുടെ ആവശ്യം. ലിസ്ണിംഗ് സ്കിൽസ് കൂട്ടാനും ചുണ്ടിൽ നോക്കാതെ സംസാരിക്കാൻ ആണ് ഇവരെ നമുക്ക് സഹായിക്കേണ്ടത്. കൂടെ താമസിക്കുന്നവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്യം. അത് ചിലപ്പോൾ മക്കളാകാം, ഭാര്യയോ ഭർത്താവോ ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. ചിലപ്പോൾ അത് ഒരുമിച്ച് പത്രം വായിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിക്കുകയോ ആയിരിക്കും. വായിക്കുന്നതിനിടയിൽ വായിച്ചതിനെ കുറിച്ച് അഭിപ്രായം പറയുക. അല്ലെങ്കിൽ ചാൻസ് എടുത്തത് ആദ്യം ഒരാൾ വായിക്കുക, പിന്നെ മറ്റൊരാൾ വായിക്കുക, അങ്ങനെ ചാൻസ് എടുത്ത് വായിക്കുക. ഇങ്ങനെ വീട്ടിൽ തന്നെ അവരുടെ ലിസ്ണിംഗ് സ്കിൽസും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും.